രാവിലെ തന്നെ നമ്മൾ ശോഭ സിറ്റിയിലോട്ട് വന്നേക്കണം. ഒരു 8:50 ആ ഒരു ടൈമിൽ കേട്ടോ. അപ്പം നമുക്ക് ഊഹിക്കാലോ, വെറുതെ മോളിലേക്ക് വന്നത് വലിയ മൂവി കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അല്ലാണ്ട് ആ ടൈമിൽ ഇപ്പോൾ മോളിലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ, മോളൊക്കെ ഓപ്പണായി വരുന്നില്ല ഉണ്ടാവുള്ളൂ. അപ്പോൾ മൂവി കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ കറുപ്പ് മൂവി അല്ല കേട്ടോ, അതിരടി മൂവിക്കാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. ദ സാഡസ്റ്റ് പാർട്ടീസ്, ഞാൻ വലിയ കാര്യത്തിൽ സന്തോഷിച്ചിരിക്കുന്നത്, അതായത് കറുപ്പ് മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും രാഗത്തിലെ ടിക്കറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ സൂര്യയുടെ FTFS എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണാൻ പോകുന്നത്. ആ ഒരു സന്തോഷത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്, ഇറങ്ങാൻ നിൽക്കുന്ന നേരത്താണ് നമ്മൾ അറിഞ്ഞത് ഷോ ക്യാൻസൽ ചെയ്തു എന്നുള്ളത്. അതെനിക്ക് തോന്നുന്നു രാവിലത്തെ നൂൺ ഷോയും ഒക്കെ ക്യാൻസൽ ചെയ്തു. ഇനി ഈവനിങ് ആണെന്ന് തോന്നുന്നു ഫസ്റ്റ് ഷോ വരുന്നത്. അപ്പം അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അമല എൻ്റെ അടുത്ത് പറഞ്ഞത്, എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചു വന്നാൽ പിന്നെ നമുക്ക് അതിരടി കാണാൻ പോകുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ അതിരടിയുടെ ഷോ ടൈം 9 മണിക്ക് ശോഭ സിറ്റിയിൽ കണ്ടു. അപ്പം വേഗം നമ്മൾ അതിന് വിട്ടു. നമ്മുടെ കറുപ്പിൻ്റെ ഷോ ടൈം വന്നിട്ട് 8:50 അപ്പോൾ അത് ക്യാൻസൽ ആവുകയും ചെയ്തു. അങ്ങനെ അതിരടിക്ക് കയറി. പക്ഷേ കയറിയത് വേർത്തായിട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മൂവി. നല്ല കോമഡി, എനിക്ക് അത്യാവശ്യം കോമഡി നല്ല രീതിക്ക് വർക്കൗട്ടായി. ഈ സ്റ്റോറി ലൈനേക്കാൾ ഉപരി എനിക്ക് കോമഡി നല്ല രീതിക്ക് വർക്കൗട്ട് ആവുന്ന പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് കാണണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരൊക്കെ എന്തായാലും പോയി കണ്ടോളൂ കേട്ടോ. ഇനി ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയി കാണുക. എല്ലാവരുടെയും ആക്ടിങ് കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ട്. ബേസിൻ്റെ ആയാലും ടോവിനോ ആയാലും ഷാനിക്ക ആയാലും വിനീത ആയാലും എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് ഈ ഇൻസ്റ്റ ത്രൂ യൂട്യൂബ് ത്രൂ ഒക്കെ ഫേമസ് ആയി വരുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവരും കുറേ പേരൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് കോമഡി എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വർക്കൗട്ട് ആയി. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ജെൻസി പിള്ളേർക്ക് കുറച്ചും കൂടെ നന്നായി ഇഷ്ടപ്പെടും തോന്നുന്നു. അപ്പോൾ കാണാൻ പറ്റാത്തവർ എന്തായാലും പോയി കാണാം കേട്ടോ. അത് കഴിഞ്ഞ് മൂവി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഉച്ച നേരമായിരുന്നു. പക്ഷേ എനിക്കെന്തോ കോഫി കുടിക്കാനുള്ള ഒരു ക്രേവിംഗ് ഉള്ളതുകൊണ്ട് ഞാനൊരു കോഫി പറഞ്ഞു, അമലൊരു റാപ്പും പറഞ്ഞു. അത് കഴിഞ്ഞതാ നമ്മൾ ശോഭ സിറ്റിയോട് ടാറ്റ പറഞ്ഞു. നൈറ്റ് നമ്മൾ കാണുമ്പോൾ നല്ല രസമാണ് ഈ ഫ്ലാറ്റൊക്കെ ഇവിടെ നിന്ന് കാണാനായിട്ട്. പക്ഷെ നട്ടുച്ച നേരത്തെ അത്ര വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ടാറ്റ, സ്റ്റേ ട്യൂൺ.